എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ലോകത്തിന്റെ പല ഭാഗത്തുനിന്നുമുള്ള ചില പുതിയ വാർത്തകൾ കേൾക്കാം. ജപ്പാന്റെ ഒരു വലിയ റോക്കറ്റായ H-2A അതിന്റെ അവസാനത്തെ യാത്ര വിജയകരമായി പൂർത്തിയാക്കി. ഇത് അതിന്റെ 50ാമത്തെ ദൗത്യമായിരുന്നു. ജൂൺ 29-ന് പുലർച്ചെയാണ് ഈ റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിച്ചത്. GOSAT-GW എന്ന ഒരു ഉപഗ്രഹത്തെയാണ് ഇത് ബഹിരാകാശത്ത് എത്തിച്ചത്. ഈ ഉപഗ്രഹം നമ്മുടെ ഭൂമിയുടെ കാലാവസ്ഥയെക്കുറിച്ച് പഠിക്കും. ഭൂമിയിലെ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ വാതകങ്ങളുടെ അളവും ജലത്തിന്റെ അളവും ഇത് നിരീക്ഷിക്കും. ഏകദേശം 7 വർഷത്തോളം ഈ ഉപഗ്രഹം നമുക്ക് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. പൊതുവായി പറഞ്ഞാൽ റോക്കറ്റുകൾ വളരെ ശക്തിയേറിയ വാഹനങ്ങളാണ്. ഉപഗ്രഹങ്ങളെയും മനുഷ്യരെയും ബഹിരാകാശത്ത് എത്തിക്കാനാണ് അവ ഉപയോഗിക്കുന്നത്. ഓരോ രാജ്യത്തിനും അവരുടേതായ ബഹിരാകാശ ഏജൻസികളുണ്ട്. ഇന്ത്യയുടേത് ISRO ആണെങ്കിൽ ജപ്പാന്റേത് JAXA എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ബഹിരാകാശത്തെ ഒരു അദ്ഭുത കാഴ്ചയെക്കുറിച്ച് കേൾക്കാം. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വലിയ ഗാലക്സിയാണ് ആൻഡ്രോമിഡ. ശാസ്ത്രജ്ഞർ ഈ ഗാലക്സിയുടെ പുതിയതും വളരെ വ്യക്തവുമായ ചിത്രങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഒരുപാട് ശക്തിയേറിയ ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ചാണ് ഈ ചിത്രങ്ങൾ എടുത്തത്. എക്സ്റേ, ഇൻഫ്രാറെഡ് തുടങ്ങി പലതരം പ്രകാശങ്ങൾ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ഗാലക്സിയുടെ ഘടനയെയും അതിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും കുറിച്ച് പുതിയ വിവരങ്ങൾ ലഭിച്ചു. അതോടൊപ്പം മറ്റു ചില ഗാലക്സികളുടെയും നക്ഷത്രക്കൂട്ടങ്ങളുടെയും മനോഹരമായ ചിത്രങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. വ്യാഴം ഗ്രഹത്തിന്റെ മേഘങ്ങളുടെ പുതിയ ചിത്രങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. നമ്മൾ ജീവിക്കുന്ന ഗാലക്സിയുടെ പേര് ആകാശഗംഗ അഥവാ മിൽക്കി വേ എന്നാണ്. ആൻഡ്രോമിഡ ഗാലക്സി നമ്മളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. അവിടെ എത്താൻ പ്രകാശത്തിനു പോലും ലക്ഷക്കണക്കിന് വർഷങ്ങൾ വേണ്ടിവരും. എങ്കിലും ബഹിരാകാശ കണക്കിൽ അത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള വലിയ അയൽക്കാരനാണ്. അമേരിക്കയിൽ കനത്ത ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ച് അധികൃതർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിർത്തിയിട്ട കാറുകൾക്കുള്ളിൽ കുട്ടികളെ ഒരു കാരണവശാലും തനിച്ചാക്കി പോകരുത് എന്നാണ് അവർ പറയുന്നത്. ഈ വർഷം മാത്രം 9 കുട്ടികളാണ് കാറിനുള്ളിലെ ചൂട് സഹിക്കാനാവാതെ മരിച്ചത്. നിർത്തിയിട്ട ഒരു കാറിനുള്ളിലെ ചൂട് വളരെ പെട്ടെന്ന് കൂടും. ഇത് കുട്ടികളുടെ ശരീരത്തിന് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും ഇങ്ങനെ ഒരുപാട് കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു എളുപ്പവഴിയുണ്ട്. കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ എപ്പോഴും പിൻസീറ്റ് പരിശോധിക്കുക. കുട്ടിയോടൊപ്പം എപ്പോഴും ഒരു കളിപ്പാട്ടമോ ബാഗോ പിൻസീറ്റിൽ വെക്കുക. അപ്പോൾ ഇറങ്ങുന്നതിന് മുൻപ് അതെടുക്കാനായി നമ്മൾ പിൻസീറ്റിലേക്ക് നോക്കും. ഇത് കുട്ടിയെ മറന്നുപോകാതിരിക്കാൻ സഹായിക്കും. ഇനി കോവിഡിനെക്കുറിച്ചുള്ള ചില പുതിയ വിവരങ്ങൾ നോക്കാം. ബംഗ്ലാദേശിൽ കഴിഞ്ഞ ദിവസം 2 പേർ കോവിഡ് ബാധിച്ച് മരിക്കുകയും 7 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതോടെ രാജ്യത്തെ ആകെ മരണസംഖ്യയും രോഗികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിലെ മണിപ്പൂർ സംസ്ഥാനത്തും പുതിയ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ 13 പേർക്കാണ് പുതുതായി രോഗം കണ്ടെത്തിയത്. ഒരു പകർച്ചവ്യാധി പൂർണ്ണമായി അവസാനിക്കാൻ ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ പരിശോധിക്കുന്നതും ആവശ്യമെങ്കിൽ ഡോക്ടറെ കാണുന്നതും കൈകൾ ശുചിയായി വെക്കുന്നതും എപ്പോഴും നല്ല ശീലമാണ്. ഇത് നമ്മളെയും മറ്റുള്ളവരെയും ഒരുപോലെ സംരക്ഷിക്കാൻ സഹായിക്കും. ജപ്പാനിലെ ശാസ്ത്രജ്ഞർ ഒരു വലിയ ഭൂഗർഭ അറ നിർമ്മിച്ചിരിക്കുകയാണ്. ഒരു പുതിയ നിരീക്ഷണാലയം സ്ഥാപിക്കാനാണിത്. ഹൈപ്പർ കമിയോക്കണ്ടെ എന്നാണ് ഇതിന്റെ പേര്. ഭൂമിക്ക് 600 മീറ്റർ താഴെയായാണ് ഈ ഭീമൻ അറ പണിതിരിക്കുന്നത്. ന്യൂട്രിനോ എന്നറിയപ്പെടുന്ന വളരെ ചെറിയ കണങ്ങളെക്കുറിച്ച് പഠിക്കാനാണ് ഈ നിരീക്ഷണാലയം. പ്രപഞ്ചത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ പഠനം സഹായിക്കും. പുറത്തുനിന്നുള്ള മറ്റ് സിഗ്നലുകളുടെ ശല്യമില്ലാതെ ന്യൂട്രിനോകളെ മാത്രം കണ്ടെത്താനാണ് ഇത്രയും ആഴത്തിൽ ഇത് നിർമ്മിക്കുന്നത്. 2028ഓടെ ഇത് പ്രവർത്തനമാരംഭിക്കുമെന്നാണ് പ്രതീക്ഷ. തുർക്കി എന്ന രാജ്യം അന്റാർട്ടിക്കയിൽ കൂടുതൽ ശാസ്ത്രീയ ഗവേഷണങ്ങൾ നടത്താൻ തയ്യാറെടുക്കുകയാണ്. അതിനായി അവർ അവിടെ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. അന്റാർട്ടിക്ക ഉടമ്പടി പ്രകാരം ഒരു ഉപദേശക പദവി നേടാനാണ് അവർ ശ്രമിക്കുന്നത്. ഈ ഉടമ്പടി പ്രകാരം അന്റാർട്ടിക്കയെ സമാധാനപരമായ കാര്യങ്ങൾക്കും ശാസ്ത്രീയ പഠനങ്ങൾക്കും മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. തുർക്കി മറ്റ് 13 രാജ്യങ്ങളുമായി ചേർന്ന് ഈ ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നുണ്ട്. അന്റാർട്ടിക്ക ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ളതും വരണ്ടതുമായ ഭൂഖണ്ഡമാണ്. അവിടെ സ്ഥിരമായി മനുഷ്യവാസമില്ല. പല രാജ്യങ്ങളിൽ നിന്നുള്ള ശാസ്ത്രജ്ഞർ മാത്രമാണ് ഗവേഷണങ്ങൾക്കായി അവിടെ താൽക്കാലികമായി താമസിക്കുന്നത്. ഇലോൺ മസ്കിന്റെ ന്യൂറാലിങ്ക് എന്ന കമ്പനി ഒരു പുതിയ റോബോട്ടിനെ പരിചയപ്പെടുത്തി. തലച്ചോറിൽ ചെറിയ ഇലക്ട്രോഡ് നൂലുകൾ ഘടിപ്പിക്കുന്ന ഒരു സർജിക്കൽ റോബോട്ടാണിത്. തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഈ നൂലുകൾ മുടിയേക്കാൾ വളരെ നേർത്തതാണ്. പഴയ റോബോട്ടിനേക്കാൾ വളരെ വേഗത്തിൽ വെറും 1.5 സെക്കൻഡിനുള്ളിൽ ഈ നൂലുകൾ സ്ഥാപിക്കാൻ പുതിയ റോബോട്ടിന് കഴിയും. ഭാവിയിൽ പലതരം ശാരീരിക വെല്ലുവിളികൾ നേരിടുന്നവരെ സഹായിക്കാൻ ഈ സാങ്കേതികവിദ്യയ്ക്ക് കഴിഞ്ഞേക്കും. തലച്ചോറിനെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിലൂടെ ചിന്തകൾ കൊണ്ട് കമ്പ്യൂട്ടറുകളോ മറ്റു ഉപകരണങ്ങളോ നിയന്ത്രിക്കാൻ സാധിക്കുമെന്നാണ് ശാസ്ത്രജ്ഞർ കരുതുന്നത്. ഉദാഹരണത്തിന്, തളർന്നുപോയ ഒരാൾക്ക് തന്റെ ചിന്തകൾ ഉപയോഗിച്ച് ഒരു റോബോട്ടിക്ക് കൈ ചലിപ്പിക്കാൻ കഴിഞ്ഞേക്കാം. ഇത് വൈദ്യശാസ്ത്ര രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത തവണ പുതിയ അറിവുകളുമായി വീണ്ടും കാണാം.